ലിനൻ സ്റ്റോർ തിരൂർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലിനൻ സ്റ്റോർ, തെക്കുമുറി, തിരൂർ. പുറത്തൂരിലെ ലഹരി മാഫിയ ആക്രമണം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ സംഭവ സ്ഥലത്തും പിടികൂടാനുള്ള പ്രതിയുടെ വീട്ടിലും എത്തിച്ച് തിരൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശി പേടൂർ വീട്ടിൽ സനൽ, ചാവക്കാട് സ്വദേശി നബീൽ എന്നിവരെയാണ് ഉച്ചയോടെ പോലീസ് സംഘം തെളിവെടുപ്പിനെത്തിച്ചത്. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. വെള്ളിയാഴ്ചയാണ് പുറത്തൂരിലെ ലഹരി മാഫിയ സംഘത്തിലെ പ്രതികളായ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശി പേടൂർ വീട്ടിൽ സനൽ, ചാവക്കാട് സ്വദേശി നബീൽ എന്നിവരെ തിരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികളെ ശനിയാഴ്ച ഉച്ചയോടെ അക്രമം നടന്ന പുറത്തൂർ ചിറക്കരങ്ങാടിലെ പുളക്കൽ കുഞ്ഞു അഹമ്മദിന്റെ വീട്ടിലും ഇനിയും പിടികൂടാനുള്ള പ്രതിയുടെ വീട്ടിലുമാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. തിരു SHO അനിൽ ടിമേപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി എത്തിയത്. ജൂലൈ 3 പുലർച്ചെ 2 മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച ലഹരി മാഫിയ സംഘത്തിന് അക്രമം പുറത്തൂർ ചിറക്കലങ്ങാടിയിൽ നടന്നത്. അക്രമത്തിൽ സഹോദരങ്ങളായ 3 പേർക്കാണ് പരിക്കേറ്റത്. ചിറക്കലങ്ങാടി സ്വദേശി പുളക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ മക്കളായ റസാഖ്, അഷ്റഫ്, ഫൈസൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികളായ സനലിനെയും നബീലിനെയും പോലീസ് പിടികൂടിയിരുന്നു. വടിവാൾ, കോടാലി, കമ്പിപ്പാര തുടങ്ങിയ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും.